മോഹൻലാലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബറോസ് എന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് ഉടൻ തന്നെ എത്താൻ പോവുകയാണ്. ക്രിസ്മസ് റിലീസായി ഡിസംബർ 25 നമുക്ക് മുന്നിലേക്ക് എത്തുന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ വർക്കുകളും മോഹൻലാൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുംബൈയിലാണല്ലോ മോഹൻലാൽ ഇപ്പോൾ ഉള്ളത്. ഋഷഭ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ മുംബൈയിലെത്തിയത്. എന്നാൽ ഇതിനുവേണ്ടി മാത്രമല്ല മോഹൻലാൽ മുംബൈയിലെത്തിയത് എന്ന് പല സൂചനകളും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം YRF സ്റ്റുഡിയോസിൽ നിന്നും ഒരു മീറ്റിംഗിന് ശേഷം ഇറങ്ങി വരുന്ന മോഹൻലാലിനെ കണ്ടത് പാപ്പരാസികൾ പകർത്തിയിരുന്നു. ഇപ്പോഴിതാ ബറോസ് എന്ന സിനിമയ്ക്ക് വേണ്ടി കൂടിയാണ് മോഹൻലാൽ മുംബൈയിൽ എത്തിയിരിക്കുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. ബോളിവുഡിൽ ബറോസിനെ അവതരിപ്പിക്കാൻ മോഹൻലാൽ ഒരുങ്ങുന്നു. ഒപ്പം അക്ഷയ് കുമാറും എത്തുന്നു. മോഹൻലാലിന്റെ ബറോസിന് വേണ്ടി അക്ഷയ് കുമാർ എത്തുന്നതാണ് കൗതുകരമാകുന്നത്. മോഹൻലാലിന്റെ വരാനിരിക്കുന്ന ചിത്രം ബറോസിന്റെ ട്രെയിലർ ഇന്നേ ദിവസം മുംബൈയിൽ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ അക്ഷയ് കുമാർ ലോഞ്ച് ചെയ്യും. ഡിസംബർ 11 ബുധനാഴ്ച 2 സൂപ്പർ സ്റ്റാറുകളുടെയും മാധ്യമങ്ങളുടെയും സാന്നിധ്യത്തിൽ ഒരു ഗ്രാൻഡ് മൾട്ടിപ്ലക്സിൽ ട്രെയിലർ ഇവന്റ് നടക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ഇതൊരു മണിച്ചിത്രത്താഴ് ഭൂൽഭുലയ്യ ക്രോസ് ഓവർ പോലെയാണ്. മോഹൻലാലിന്റെ മലയാളം മാസ്റ്റർ പീസ് പ്രിയദർശൻ ബോളിവുഡിലേക്ക് റീമേക്ക് ചെയ്തു. അക്ഷയ് കുമാറാണ് ചിത്രത്തിൽ നായകനായത്. ഇതേ ചിത്രം കാർത്തിക് ആര്യനും അനീസ് ബസ്മിക്കുമൊപ്പം ഒരു ഫ്രാഞ്ചൈസിയായി മാറിയിട്ടുണ്ട്. ഇവരുടെ ഈ കണ്ടുമുട്ടലും ബോളിവുഡ് പ്രേക്ഷകർ പറയുന്നതും ഇതുതന്നെയാണ്, മണിച്ചിത്രത്താഴ് ഭൂൽഭുലയ്യ ക്രോസ് ഓവർ എന്ന്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഫാന്റസി 3D ചിത്രം ബറോസ് ജിജോ പുന്നൂസ് എഴുതിയ ബറോസ് ദി ഗാർഡിയൻ ഓഫ് ദി ഗാമാസ് ട്രഷർ എന്ന നോവലിനെ ആസ്പദമാക്കി ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുപ്പാറാണ് ചിത്രം നിർമ്മിച്ചത്. ചിത്രത്തിൽ മോഹൻലാൽ ടൈറ്റിൽ റോളിൽ അഭിനയിക്കുന്നു. കൂടാതെ നിരവധി വിദേശ താരങ്ങളും കഥാപാത്രങ്ങളായി എത്തുന്നു. ബറോസ് ട്രെയിലർ ലോഞ്ച് ചടങ്ങിൽ മുഖ്യാതിഥി പ്രമുഖ നടൻ അക്ഷയ് കുമാറും മോഹൻലാലും പങ്കെടുക്കുന്നതിനൊപ്പം തന്നെ ബോളിവുഡ് ഗായകൻ ഷാൻ, ഛായാഗ്രഹകൻ സന്തോഷ് ശിവൻ, സംഗീത സംവിധായകൻ നിഡിയൻ നാദസ്വരം എന്നിവർ ഒപ്പമുണ്ടാകും. ബറോസ് ഇന്ത്യ വിപണിയിൽ പെൻ സ്റ്റുഡിയോസ് ആണ് വിതരണം ചെയ്യുന്നത്. എന്തായാലും മോഹൻലാലിന്റെ ബറോസിന് വേണ്ടി അക്ഷയ് കുമാർ എത്തുമ്പോൾ അക്ഷയ് കുമാറും ഒരു തിരിച്ചുവരവ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ അടുത്തിടയ്ക്ക് ബോളിവുഡിൽ വലിയ പരാജയങ്ങളാണ് അദ്ദേഹം നേരിട്ടത്. ബോളിവുഡിൽ തന്നെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ വിജയിക്കുണ്ടായിട്ടുള്ളൂ. അതിൽ തന്നെ അക്ഷയ് കുമാർ അഭിനയിച്ച ഭൂൽഭുലയ്യയുടെ സീരീസുകളിൽപ്പെട്ട ഭൂൽഭുലയ്യ 3, സ്ത്രീ 2, 12th ഫെയിൽ തുടങ്ങിയ സിനിമകളാണ് നേരിയ ആശ്വാസം ബോളിവുഡിന് നൽകിയത്. പരാജയ സിനിമകളിൽ മുന്നിൽ നിൽക്കുന്ന നടന്മാരിൽ പ്രധാനിയാണ് അക്ഷയ് കുമാർ. നിർമ്മാതാക്കൾക്ക് മുതൽ മുടക്ക് പോലും ലഭിക്കാത്ത അവസ്ഥയാണ് താരത്തിന്റെ പടത്തിനുള്ളത്. ഈ അവസരത്തിലാണ് പ്രിയദർശനും അക്ഷയ് കുമാറും ഒന്നിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം അതിന് ആരംഭവുമായിരിക്കുകയാണ്. ഭൂത് ബംഗ്ല എന്നാണ് ചിത്രത്തിന്റെ പേര്. സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചതായി അക്ഷയ് കുമാർ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയും ചെയ്തു. ഹൊറർ കോമഡി ഗണത്തിൽപ്പെടുന്ന ചിത്രം അക്ഷയ് കുമാർ, ശോഭ കപൂർ, ഏക്ത കപൂർ എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. ആകാശ് കൗശിക്കിന്റേതാണ് കഥ. രോഹൻ ശങ്കർ, അഭിലാഷ് നായർ, പ്രിയദർശൻ എന്നിവർ ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. രോഹൻ ശങ്കർ ആണ് സംഭാഷണം. ചിത്രം 2026 ഏപ്രിൽ 2 തിയേറ്ററിൽ എത്തും. ഹൈദരാബാദ്, കേരളം, ശ്രീലങ്ക, ഗുജറാത്ത് തുടങ്ങിയിടങ്ങളിലാകും ലൊക്കേഷനുകൾ എന്നാണ് വിവരങ്ങൾ. അതേസമയം 14 വർഷത്തിന് ശേഷമാണ് അക്ഷയ് കുമാറും പ്രിയദർശനും വീണ്ടും ഒന്നിക്കുന്നത്. ഹംഗാമ 2 ആയിരുന്നു പ്രിയദർശൻ ഒടുവിൽ സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രം. പരാജയങ്ങളുടെ പടുകുഴിയിൽ നിന്നും അക്ഷയ് കുമാറിനെ കരകയറ്റാൻ പ്രിയദർശന് സാധിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. എന്തായാലും പുതിയൊരു മാറ്റത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് അക്ഷയ് കുമാർ. 2024 ഡിസംബർ 25 ആ സമയത്ത് റിലീസാകുന്ന ചിത്രങ്ങൾക്കെതിരെ തിയേറ്ററിൽ റിലീസ് ചെയ്യുകയാണ് ബറോസ് എന്ന മോഹൻലാലിന്റെ ചിത്രം. എന്തായാലും മോഹൻലാൽ ബറോസിന്റെ റിലീസിന് വേണ്ടി ഗംഭീര ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബറോസ് 3D തന്നെയാണ് എല്ലായിടത്തും വരുന്നത്. മലയാളികൾ ഏറെ നാളായി കാത്തിരിക്കുന്ന തിരിച്ചുവരവാണ് മോഹൻലാലിന്റേത്. അത് ഈ ബറോസിലൂടെ തന്നെ ആകും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ആദ്യ സിനിമയായി ഫാന്റസി പീരീഡ് ചിത്രമായ ബറോസ് മോഹൻലാൽ അവതരിപ്പിക്കുമ്പോൾ ഈ സിനിമ 3D വെർഷൻ മാത്രമാകും തിയേറ്ററിൽ എത്തുന്നതെന്നും സിനിമയുടെ 2D വെർഷൻ റിലീസിന് ഉണ്ടാകില്ലെന്നും പല ട്രേഡ് അനലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. വിഷ്വൽസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സിനിമയായതിനാൽ 3D വെർഷൻ സിനിമയെ കൂടുതൽ മികച്ചതാക്കി കാഴ്ചക്കാരിലേക്ക് എത്തിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. ഡിസംബർ 25 ക്രിസ്മസ് റിലീസായിട്ടാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുക. സിനിമയുടെ ട്രെയിലർ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. മികച്ച പ്രതികരണങ്ങളായിരുന്നു അതിന് ലഭിച്ചത്. സിനിമയുടെ വെർച്വൽ 3D ട്രെയിലറാണ് പുറത്തിറങ്ങിയത്.